മനുഷ്യാവകാശ ദിനത്തിൽ ബംഗ്ലാദേശ് മതന്യൂനപക്ഷ വേട്ടയും ഭാരതത്തിന്റെ വിശ്വമാനവികതയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ച് ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതി. സെമിനാർ നയതന്ത്ര വിദഗ്ധൻ ടി.പി. ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയിൽ സെമിനാറിൽ പ്രമേയം പാസാക്കി. മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിലാണ് തിരുവനന്തപുരത്ത് ബംഗ്ലാദേശ് മതന്യൂനപക്ഷ വേട്ടയും ഭാരതത്തിന്റെ വിശ്വമാനവികതയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. സെമിനാർ നയതന്ത്ര വിദഗ്ധൻ ടി.പി. ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. തികച്ചും ഒരു പ്രവചിക്കാനാവാത്ത ഒരു സ്ഥിതിയിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. പക്ഷേ ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ എനിക്കുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു വിശ്വാസം, നമ്മൾ തമ്മിലുള്ള ഒരു രക്തത്തിൽ കൂടെയുള്ള ബന്ധമാണ് നമുക്ക് ബംഗ്ലാദേശിനൊക്കെ. അത് തീർച്ചയായിട്ടും മനസ്സിലാക്കപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് വേറെ താല്പര്യമൊന്നും ബംഗ്ലാദേശിനോടില്ല. ഒരു സമാധാനപരമായ സൗഹൃദപരമായ ഒരു ബന്ധം മാത്രമേ നാം ബംഗ്ലാദേശിനോട് ആഗ്രഹിക്കുന്നു. പക്ഷേ അതിലുള്ള സാധാരണ പല കാര്യങ്ങളും, വിശേഷിച്ചും ഇന്ത്യക്കാർക്കെതിരായി ഹിന്ദുക്കൾക്കെതിരായി നടത്തുന്ന പ്രവർത്തനങ്ങളൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തീർച്ചയായും ഞാൻ വിചാര കേന്ദ്രത്തിനെ അനുമോദിക്കുകയാണ്, ജനം ടിവിയെ. കാരണം ഇതുപോലുള്ള കാര്യത്തിൽ നമ്മൾ പബ്ലിക്കായിട്ട് കാര്യങ്ങൾ പറയുകയും നമ്മുടെ ആഗ്രഹം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. തെരഞ്ഞുപിടിച്ച ഹിന്ദുക്കളെ കൊല്ലുന്ന അവസ്ഥയാണ് ബംഗ്ലാദേശിലെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞു. ജനം ടിവി ഒഴിച്ച് മറ്റു മാധ്യമങ്ങൾ ബംഗ്ലാദേശ് വിഷയം ചർച്ചയാക്കുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നമ്മളാരും എന്തോ ഒരു ചടങ്ങിന് വേണ്ടി വന്ന ആളുകൾ ആരുമില്ല. ഇവിടെ എല്ലാവരും ഇതെന്താണ് എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുകയും പ്രോ ആക്റ്റീവ് ആവുകയും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. സോഷ്യൽ മീഡിയ ആകട്ടെ, മെയിൻ സ്ട്രീം മീഡിയ ആകട്ടെ, ജനം ടി വി ഉൾപ്പെടെ 5 ഡിബേറ്റുകളാണ്. എനിക്ക് തോന്നുന്നത് ജനം ടി വിയിലെ ഈ വിഷയം മറ്റ് ടി വി ചാനലുകൾ ഒന്നും തന്നെ ഇതെല്ലാം അവരെല്ലാം തമസ്കരിക്കുകയാണോ? എന്തായാലും ബംഗ്ലാദേശിൽ എന്ത് കാര്യം? 5 ഡിബേറ്റ്, ഞാൻ അതിനകത്ത് 4 ഡിബേറ്റിലും പങ്കെടുത്ത ആളാണ്. വി ആർ ഗ്ലോബൽ. ഈ ആഗോള മനസ്സുകളെ സ്വാധീനിക്കാൻ തക്ക രീതിയിൽ നമ്മുടെ മാധ്യമങ്ങൾ, ജനം ടി വി ഉൾപ്പെടെയുള്ള നമ്മുടെ മാധ്യമങ്ങൾ, ഭാരതീയ വിചാരവേദി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ചിന്താ സരണികളെ ഒരുക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. രാജ്യത്ത് വിവിധ വിഷയങ്ങളിൽ വിമർശനം ഉന്നയിക്കുന്നവർ ബംഗ്ലാദേശിനെ കാണുന്നില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ മുഹമ്മദ് ഫക്രുദ്ദീൻ അലി. ബംഗ്ലാദേശ് നമ്മുടെ ഉള്ളിലെ ബംഗ്ലാദേശിലെ ഹിന്ദുസിന്റെ അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ബുദ്ധിസ്റ്റിന്റെ, പാകിസ്ഥാനിലെ ഹിന്ദുസിന്റെ, പാകിസ്ഥാനിലെ ബുദ്ധിസ്റ്റുകളുടെ, നമ്മുടെ ഈ സബ് കോളനി അവരുടെ ആ ഒരു കരച്ചിലുണ്ടല്ലോ, അത് നമ്മുടെ ഉള്ളിൽ ഒരു പെടച്ചിലാണ്. ആ പെടച്ചിൽ അത് RSS മാത്രം മനസ്സിലാക്കേണ്ട, അല്ല RSS മാത്രം ബാധിക്കുന്ന, മോഡിയെ മാത്രം ബാധിക്കുന്ന, അല്ല മോഹൻജി ഭഗവതിന് മാത്രം ബാധിക്കുന്ന ഒരു പെടച്ചിലല്ല. നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ, നിങ്ങൾക്ക് ധാർമ്മിക ബോധമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു മതവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെല്ലാം ആ പെടച്ചിലിങ്ങനെ ഇരച്ച് കയറണം, അത് പ്രതിഫലിക്കണം. ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുടെ എണ്ണം കുറഞ്ഞതുപോലെ ക്രൈസ്തവരും ബുദ്ധരും കുറയുന്നുവെന്ന് യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ച ജനം ടിവി മാനേജ്മെന്റ് അഡ്വൈസർ GK സുരേഷ് ബാബു പറഞ്ഞു. ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗം പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ നടത്തി ഈ രാജ്യത്തെ 2047 അതിനെ കീഴ്പ്പെടുത്താമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതിനെ ചെറുക്കാനുള്ള ബാധ്യത നല്ലവരായ മുസ്ലിങ്ങൾക്കും ഈ ഭാരതത്തെ സ്നേഹിക്കുന്ന ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും ഉണ്ടാകട്ടെ. ബംഗ്ലാദേശിലെ ഹിന്ദു വിരുദ്ധതയ്ക്കെതിരെ വരും ദിവസങ്ങളിലും രാജ്യവ്യാപകമായി പ്രതിഷേധം ഉയരും. ജനം, തിരുവനന്തപുരം.